കണ്ണും കാണത്തില്ല. നമ്മൾ ഈ സീഡ് മിക്സ് കൊണ്ടാണ് ക്രാക്കർ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പല വിധത്തിലുള്ള സീഡുകളുണ്ട്. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞെങ്കിൽ സീക്രട്ട് ക്യൂബിക് കിച്ചൺ എന്ന് പറയുന്ന ഈ കമ്പനിയുടെയാണ് സെൻസേഷണൽ സീഡ് ക്രാക്കർ മിക്സ് എന്ന് പറയുന്നത്. ഈ മിക്സാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിത് നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അല്ലാത്ത വേറെ ക്രാക്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ശരിയാവും നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചെങ്കിൽ കോൺമീൽ ഫ്ലവർ, അതായത് കോണിൻ്റെ ഫ്ലവറാണ് തോന്നുന്നുള്ളത്. അതുപോലെ സെസമി സീഡ്, ചിയ സീഡ്, റോസ്മേരി സീഡ്സ്, ക്യൂനോവ, തൈം ലീവ്സ്, ഒറിഗാനോ ലീവ്സ്, ബേസിൽ ലീവ്സ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫെനൽ സീഡ്സ്, ക്യുമിൻ സീഡ്സ്, സീ സോൾട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്കങ്ങ് ഫോളോ ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെയുള്ള സാധനം മേടിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളങ്ങ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇനി ഇടുന്നത് 1 കപ്പ് ചൂടുവെള്ളം, നല്ല ബോയിലിംഗ് വാട്ടർ ഒഴിക്കുക. അതോടൊപ്പം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ 3 ടേബിൾ സ്പൂണ് ഓയിലാണ്, എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ. അപ്പോൾ നമുക്കതങ്ങ് ഒഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലാണെങ്കിലും ഒഴിക്കാമെന്ന് തോന്നുന്നു. ഞാനിവിടെ ഇത് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഒഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പൊക്കെയുള്ള ഒരു ക്രാക്കറാണെന്ന് തോന്നുന്നത്. നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അല്ലേ. ഇതിവിടെ സോക്കാകാൻ വേണ്ടി നമുക്കൊരു 15 മിനിറ്റ്സ് ഇങ്ങനെ വെക്കണം. എന്നിട്ടാണ് നമ്മൾ ക്രാക്കർ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് സോക്കാകാൻ വേണ്ടി വയ്ക്കും. ഓക്കെ, ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, ഒരു 15 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് സമയം നോക്കിയിട്ട് പോകും. അപ്പം നമുക്ക് ടൈമർ വെച്ചേക്കാം. 15 മിനിറ്റ് നേരത്തേക്കുള്ള ടൈമർ നോക്കിക്കാം. ഇതിവിടെ ഇരുന്നാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ നമുക്ക് ലൈൻ ചെയ്യണം. അത്രേ ഉള്ളൂ. പക്ഷേ 15 മിനിറ്റ് എടുക്കുകയില്ല. എന്നാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി സ്പ്രെഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാനവിടെ ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഓവൻ എപ്പോഴും പ്രീ ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫാൻ ഹീറ്റിംഗ് ആണെങ്കിൽ 150 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഈ മിക്സിനെ നമ്മുടെ ട്രേയിലേക്ക് ഇട്ട് വളരെ തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു ട്രേയുടെ ആവശ്യമുള്ളതെന്ന് തോന്നുന്നു.
ഇച്ചിരി എരിവൊക്കെ ഉള്ള ക്രാക്കറാണ് തോന്നുന്നു കേട്ടോ, കുരുമുളകിൻ്റെ ഒക്കെ. ഇനി നമുക്ക് രണ്ട് പേപ്പർ വേണമെന്ന് പറഞ്ഞില്ലേ, ഇതിനു വേണ്ടിയാണ് രണ്ടാമത്തെ പേപ്പർ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നല്ല നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇച്ചിരി വലുതാകുമ്പോൾ ഈ പിന്നെടുക്കണം. ഇതാണ് ഇച്ചിരി ചെറിയ പിന്ന അല്ലേ. പിന്നെ നന്നായിട്ട് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ഒരുപോലെ വരുന്ന പോലെ. പിന്നെ ഓയിലിനോടാണെങ്കിൽ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ഒരുമാതിരി എല്ലാം സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഈ ടോപ്പിലെ ഈ പേപ്പർ അങ്ങ് എടുക്കുക. കുറച്ചും കൂടെ തിക്നെസ് കുറയ്ക്കാമായിരുന്നു. നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടെ തിന്നായിട്ട് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാമായിരുന്നു. ഇത് മുഴുപ്പ് ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ എത്തിയിട്ട് നിർത്തി. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൊണ്ടുപോയി നമ്മുടെ ഓവൻ്റെ അകത്തേക്ക് വയ്ക്കാം. ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവൻ. അപ്പം നമുക്കിവിടെ 15 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് മുറിച്ചെടുത്ത് ക്രാക്കറിൻ്റെ സൈസിലാക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ക്രാക്കറാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുഴുപ്പിൽ മുറിച്ചെടുക്കാം. ഒരു പീസാക്കട്ട് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മുറിച്ചെടുക്കാം.
ഇതിനെ ഞാൻ ഇതുപോലെ നമ്മൾ മുറിച്ചിട്ടും കുറച്ച് സമയം കൂടെ ഇതിനകത്തേക്ക് വെച്ചായിരുന്നേ, ഓവൻ്റെ അകത്തേക്ക് ഒന്ന് എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ അത്രയ്ക്ക് ഒരു നല്ല കട്ടായിട്ട് കിട്ടുന്നില്ല. കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ നമുക്കിങ്ങനെ അങ്ങ് എടുക്കാം. ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ മുറിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് കറക്റ്റായിട്ടൊന്നും മുറിച്ച് കിട്ടത്തില്ലെന്ന്. പക്ഷേ മിക്കവാറും നമ്മൾ ക്രാക്കർ മേടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഒരു ബോക്സിൻ്റെ അകത്ത് നോക്കുമ്പോഴേ ഇങ്ങനെ ഈ ഷേപ്പിലൊക്കെയാണ് അവർ പിടിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവർക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ വലിയ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴും സീഡ് ക്രാക്കേഴ്സൊക്കെ ഇതുപോലെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് ഇത് മുറിക്കാൻ കിട്ടത്തില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ജാറിലേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഉണങ്ങിയ ജോറായിരിക്കണേ. നമ്മുടെ ഹെൽത്തി ക്രാക്കർ ഇവിടെ റെഡിയാണ്. അപ്പം നമ്മുടെ ഹെൽത്തി ക്രാക്കർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കയറി കാണാൻ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത്രയുണ്ട്. അപ്പോൾ ബൈ.